എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയനയും ആദർശം അറിഞ്ഞല്ലോ മുത്തശ്ശൻ ഹോസ്പിറ്റലാണ് എന്നുള്ള കാര്യം. അങ്ങനെ അറിഞ്ഞതുകൊണ്ട് അവരിനി ഹോസ്പിറ്റലിലേക്ക് പോകുമോ എന്നോർത്ത് ജലജയ്ക്ക് ആകെ ടെൻഷനാണ്. അന്നേരം ഇനിയിപ്പോൾ അവർ ഹോസ്പിറ്റലിലേക്ക് പോകുമോ, അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അച്ഛനെ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയുക. അന്നേരം ദേവേനി ചോദിക്കും, അവരെങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ, പിന്നെ ഇതിൻ്റെ നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ഇനി അച്ഛന് ദേഷ്യം ആവുകയല്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട്, അതൊന്നും അല്ല നിൻ്റെ പ്രശ്നം. അങ്ങനെ അവരങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ ഇനി അച്ഛന് അവരോടുള്ള പിണക്കമൊക്കെ മാറി അച്ഛൻ്റെ കൂടെ അവരിങ്ങോട്ട് വന്നാലോ എന്നോർത്തല്ലേ നിൻ്റെ വിഷമം എന്ന് ചോദിക്കും. അന്നേരം എനിക്ക് അങ്ങനെയൊന്നുമില്ല, അവരിവിടെ ഉള്ളത് തന്നെയായി എനിക്ക് ഇഷ്ടം, അവരിവിടെ കാണണം, അതാ നല്ലത് എന്നൊക്കെ പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, നിൻ്റെ മനസ്സെന്താണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ട് നീ കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കാൻ വരണ്ട എന്ന് പറയും. എന്നിട്ട് പിന്നെ ഇരുന്ന് പറയും, ഈശ്വര അച്ഛന് കുഴപ്പമൊന്നും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന്. അന്നേരം ദേവേനി ചോദിക്കും, അങ്ങനെ വരാതിരിക്കണം എന്നാണോ നിൻ്റെ ആഗ്രഹം, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാൻ കേട്ടോ എന്ന് പറയുമ്പോൾ ഏട്ടത്തി എന്താ ഇങ്ങനെ പറയുന്നത്, അനാഥയായ എന്നെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വന്ന് വളർത്തി വലുതാക്കി ഈ നിലയിൽ എൻ്റെ മക്കളെയും എല്ലാം സംരക്ഷിക്കുന്ന അച്ഛനോട് എനിക്ക് സ്നേഹമില്ലെന്നാണോ കരുതിയത് എന്ന് ചോദിക്കുമ്പം, നിൻ്റെ സ്നേഹം എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് ഇനിയും പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം വരും, അല്ലെങ്കിൽ തന്നെ ഞാൻ ദേഷ്യം വന്ന് നടക്കും, അതുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്ന് നീ പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം ജലജ, അച്ഛൻ്റെ വിവരം അറിഞ്ഞിട്ട് ഞാൻ പൊയ്ക്കോളാം എന്ന് പറയുമ്പോൾ, എന്ത് വിവരം അറിയാനാ, അച്ഛന് കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വിഷമാകില്ലേ, അതുകൊണ്ട് നീ അകത്ത് പോയിരിക്കുക, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ജയേട്ടനെ വിളിച്ച് ചോദിച്ചാൽ മതി എന്നിങ്ങനെ പറയുവാണ്. ദേഷ്യമാണ് ദേവയാനിക്ക് ജലജയുടെ ഈ അഭിനയം കാണുന്നത് തന്നെ. അത്തേക്കും ദേഷ്യം വരുന്നുണ്ട് ജലജയ്ക്ക്, ഇത്രയൊക്കെ പറഞ്ഞില്ലേ ദേവയാനിയെ, തുള്ളിച്ചാടി അകത്തേക്ക് പോവേ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയാണ്. മുത്തശ്ശനെ ഡോക്ടർ വന്ന് നോക്കുന്നുണ്ട്, പനി മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതേക്കും അങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ച് ടെൻഷനോടെ വരുവാണ് ആദർശം നയനയും. അന്നേരം ഡോക്ടർ, കൊച്ചുമോൻ വന്നോ, പേടിക്കാനൊന്നുമില്ല കേട്ടോ, ചെറിയൊരു പനി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകും. ഡോക്ടർ അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും ആദർശം, എന്താ പറ്റിയത്, എന്താ ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ കാരണം, വല്ലതും സീരിയസ് ആയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുക. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ട് പോയേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ലാന്ന്. അത് കേൾക്കുന്നത് മുത്തശ്ശൻ, ഇവനോടൊക്കെ ആരാ വിളിച്ച് പറഞ്ഞത്, ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു, നീ ആണോടാ എന്ന് ചോദിക്കുവാണ് ജയനോട്. അന്നേരം ഞാനല്ല വിളിച്ച് പറഞ്ഞത് എന്ന് പറയുമ്പം, എന്നെ വിളിച്ച് പറഞ്ഞത് അമ്മയാണ് എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ, ഇവരുടെയൊക്കെ കാര്യം ഒരാവശ്യമില്ലാതെ ഓരോരുത്തരോട് വിളിച്ച് പറഞ്ഞേക്കുന്നു, മനുഷ്യന് സൗര്യം കെടുത്താനായിട്ട്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു മുഖമൊന്നും എനിക്ക് കാണണ്ട, ഇനിയിപ്പം ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് ഓരോരുത്തർ കയറി വന്നോളും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറയുക. അന്നേരം നയന് ചോദിക്കും, എന്തിനാ മുത്തശ്ശൻ ഞങ്ങളോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ എന്ന് ചോദിക്കുമ്പം, എനിക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യമോ ഇഷ്ടമോ ഒന്നുമില്ല, നിൻ്റെ ഭർത്താവ് MD സ്ഥാനം രാജിവെച്ചു, അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള തീരുമാനം അവൻ്റെ തന്നെയായിരുന്നു, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയും. എന്നിട്ട് ജയനോടായിട്ട് പറയുന്നുണ്ട്, ജയ ഇന്ന് തന്നെ ഡിസ്ചാർജ് എഴുതി വാങ്ങിക്കണം, എനിക്കിനി ഇവിടെ കിടക്കാൻ പറ്റത്തില്ല, അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ ആ പേരും പറഞ്ഞ് ഇങ്ങോട്ട് കയറി വരും, എനിക്ക് അങ്ങനെയുള്ള ഒരു മുഖം കാണണ്ട എന്ന് പറയുവാണ്. അതെങ്കിലും ജയൻ, നീ ഇങ്ങോട്ട് വാടാ, ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറയും. ജയന് ദേഷ്യം വരുന്നുണ്ട്. ജയൻ ചോദിക്കുന്നുണ്ട് മുത്തശ്ശനോട്, എന്തിനാ അച്ഛൻ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത്, അതിന് മാത്രം അവൻ എന്താ തെറ്റ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും മുത്തശ്ശൻ അങ്ങനെ മുഖം തിരിച്ച് അങ്ങോട്ട് കിടക്കുവാണ്, അവരെ വലിയ ശ്രദ്ധിക്കാതെ. അതുകൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വന്നേ എന്നിങ്ങനെ പറഞ്ഞ് അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുവാണ് ജയൻ. പിന്നെ മുത്തശ്ശൻ അതിൻ്റെ കൂടെ പറയുവാണ്, ഗർഭിണിയായ ഒരു പെങ്കൊച്ചുണ്ട് കൂടെ, അതിൻ്റെ ഉറക്കം കളയാനായിട്ട് അവൻ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നു, അതും ഹോസ്പിറ്റലിലേക്ക് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നുണ്ട്. ദേഷ്യം വരാൻ വേണ്ടി, ആദർശന് ദേഷ്യം വരാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയും, ലോകത്ത് കീടാണുക്കളും രോഗങ്ങളും ഒക്കെ ഉണ്ട്, അത് വരാതിരിക്കാൻ ഞാൻ ദൈവമൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ദേഷ്യവും സങ്കടമൊക്കെ വരുമല്ലോ അവർക്കും. അവർ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതെന്താ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ആദർശ് ചോദിക്കുമ്പോൾ ജയം പറയുന്നുണ്ട്, എനിക്കും അറിയത്തില്ല അച്ഛൻ എന്താ ഇങ്ങനെ മാറിപ്പോയതെന്ന്, ഇങ്ങനെയൊന്നും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുമില്ല, അതുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കണ്ട, അച്ഛൻ്റെ മനസ്സിൽ ചിലപ്പം നിന്നോട് സ്നേഹവും ഇഷ്ടമൊക്കെ കാണും, നിങ്ങളെ കാണാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം തളർച്ച വന്നത്, അതൊന്നും പുറത്ത് കാണിക്കാത്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അങ്ങ് പറഞ്ഞു വിടുക. ഇവരിങ്ങനെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ പിന്നെ അകത്തേക്ക് വരും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പം മുത്തശ്ശൻ്റെ പ്രഷറൊക്കെ നോർമലായി, പ്രഷറൊക്കെ ഹൈ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പം പ്രഷറൊക്കെ നോർമലായി. അന്നേരം ഡോക്ടർ ചോദിക്കും, കൊച്ചുമോനെയും ഭാര്യയും കണ്ടപ്പോൾ മനസ്സിനൊരു തണുപ്പും ഒരു ആശ്വാസമൊക്കെ തോന്നിയില്ലേ, അതിപ്പം കാണാനുണ്ട്, പ്രഷറൊക്കെ നോർമലായല്ലോ, പെട്ടെന്നാണല്ലോ ആ തളർച്ചയൊക്കെ മാറിയത് എന്ന് പറയും. എന്നിട്ട് മുത്തശ്ശൻ അത് ആദ്യം സമ്മതിച്ചു കൊടുക്കില്ല. മുത്തശ്ശൻ പറയുവാണ്, ഡോക്ടർ ഈ ട്രിപ്പിലൂടെ കയറ്റുന്ന ആൻറ്റിബയോട്ടിക് അല്ലേ, അതുകൊണ്ടാണ് എൻ്റെ അസുഖം കുറഞ്ഞത്, അല്ലാതെ വേറെ ആരെയും കണ്ടിട്ടല്ല എന്ന് പറയും. നേരം ഡോക്ടർ പറയുന്നുണ്ട്, ആ കയറുന്ന സാധനം ശരീരത്തിൽ എത്തിയിട്ട് അത് കുറച്ച് സമയം എടുക്കും സാർ, ഇത് അതുകൊണ്ടൊന്നും അല്ല, എന്തിനാ എന്നോട് നുണ പറയുന്നത്, കൊച്ചുമോൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഇഷ്ടമാണ്
എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ഇതിനു മുമ്പ് ഇവിടെ കിടന്നിട്ടുള്ളപ്പോഴും സാറിനെ അറിയാവുന്നതല്ലേ. സാറിൻ്റെ ഹൃദയമിടിപ്പും സാറിൻ്റെ സ്വഭാവവും എല്ലാം എനിക്ക് നല്ല കറക്റ്റായിട്ട് മനസ്സിലാവും അടുത്ത് നിന്നാൽ. അതുപോലെ എനിക്ക് സാറിനെ പരിചയമുണ്ടെന്ന് അറിയാലോ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം മുത്തശ്ശൻ പറയും, താൻ പറഞ്ഞത് നേരാണ്. ഇതിനു മുമ്പ് വീട്ടിൽ വന്നപ്പം വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ പെരുമാറിയെന്നുള്ളൂ. അവനടുത്ത് വന്ന് നിന്നപ്പം മൊത്തത്തിലൊരു തണുപ്പ് ഫീൽ ചെയ്തു ശരീരത്തിന്, അതുകൊണ്ടായിരിക്കും കുറഞ്ഞത്. പക്ഷേ ഇത് ജയനോട് പറയണ്ട എന്ന് പറയും. അന്നേരം ഡോക്ടർ ചോദിക്കും അതെന്താന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിന് പിന്നിലൊരു കാര്യമുണ്ട്. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ അഭിനയിക്കുന്നത്, അതുകൊണ്ട് ഡോക്ടറായിട്ട് അത് പറയണ്ട എന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, സാർ എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിൽ ഒരു നന്മ കാണുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനായിട്ട് പറയാൻ നിൽക്കുന്നൊന്നുമില്ല. ഏതായാലും അസുഖം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്, ശരീരത്തിൻ്റെ ആ ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്നേക്കും ജയനകത്തേക്ക് കയറി വരും. കയറി വന്ന് കഴിയുമ്പം ഏതായാലും അച്ഛനിപ്പോൾ ഇത്തിരി കുറവുണ്ട് കേട്ടോ, വലിയ പ്രശ്നങ്ങളില്ല, പ്രഷറൊക്കെ നോർമലായി തുടങ്ങി എന്ന് പറയുന്നേക്കും മുത്തശ്ശൻ, അങ്ങനെയല്ലല്ലോ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്, എൻ്റെ പ്രഷർ ഇത്തിരി കൂടിയെന്നല്ലേ. അപ്പം അങ്ങനെ എനിക്ക് കാണാൻ ഇഷ്ടമില്ലാത്തവരെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രഷറൊക്കെ കൂടും, അതുകൊണ്ട് എനിക്കിനി ഇവിടെ കിടക്കണ്ട, എന്നെ ഡിസ്ചാർജ് ആക്കണമെന്ന് പറയും. അന്നേരം ഡോക്ടർ ചോദിക്കും, ഇപ്പം തന്നെ പോകണോ, ഒരു ദിവസം കിടന്നിട്ട് പോയാൽ പോരെയെന്ന്. അന്നേരം മുത്തശ്ശൻ പറയും, പോരാ, എനിക്ക് ഇന്ന് തന്നെ പോകണം, ഇവിടെ കിടന്നാൽ എനിക്ക് ഉറക്കം വരത്തില്ല, ആകെ ടെൻഷനാകും, അതുകൊണ്ട് എന്നെ ഡിസ്ചാർജ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പം എങ്കിൽ കുഴപ്പമില്ല, ഡിസ്ചാർജ് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോകുന്നു. ഡോക്ടർ പോയി കഴിയുമ്പം ജയൻ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് അവരോട് അങ്ങനെയൊക്കെ പെരുമാറിയത്, അത് അവർക്ക് ഭയങ്കര വിഷമമായി സങ്കടപ്പെട്ട അവർ പോയത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും, അവരോട് ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ പറഞ്ഞായിരുന്നോ. ഇല്ലല്ലോ, ഞാൻ ഇഷ്ടപ്പെടാത്തവർ ഇങ്ങോട്ട് വരണ്ട, അവരുടെ മുഖം കാണാനും എനിക്ക് താല്പര്യമില്ലെന്നാണ് പറയുന്നത്. ജയന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, മുത്തശ്ശൻ ഇത്രത്തോളം അവരെ അവഗണിക്കുന്നത് കാണുമ്പം. പിന്നീട് ആദർശിനെയും നയനെയും കാണിക്കുന്നു. രണ്ടുപേരും വണ്ടി പോകുമ്പോഴും മുത്തശ്ശൻ മൈൻഡ് ചെയ്യാത്തതിൻ്റെ സങ്കടമാണ് പറയുന്നത്. ആദർശ് പറയുന്നുണ്ട്, മുത്തശ്ശൻ ബിസിനസ്സും കുടുംബവും ഒരുപോലെ കൊണ്ടുപോകുന്നു എന്നാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്, പക്ഷേ അത് അങ്ങനെയല്ല എന്നും മുത്തശ്ശൻ്റെ മനസ്സിൽ എന്നും ബിസിനസ്സിന് ഒരു പടി മുകളിലാണ് സ്ഥാനമെന്നും എനിക്കിന്ന് മനസ്സിലായി, അതുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഞാൻ അത്രത്തോളം വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടോ, അന്നൊരബദ്ധം അവിടെ പറ്റി, അതിന് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഞാൻ MD സ്ഥാനം രാജിവെച്ചതല്ലേ, ആ വീട്ടിൽ നിന്നും ഇറങ്ങിയതല്ലേ, പിന്നെ പുറത്ത് വെച്ച് കാണുമ്പോൾ ഇങ്ങനെ അവഗണിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുമ്പം നയന പറയുന്നുണ്ട്, മുത്തശ്ശൻ ഈ കാണിക്കുന്നതൊന്നുമല്ല മനസ്സിലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അതിന് പിന്നിലും എന്തെങ്കിലും കാണും എന്ന് പറയുമ്പം നീ അതിനെ ന്യായീകരിക്കാൻ നിൽക്കണ്ട, മുത്തശ്ശന് ബിസിനസ് തകർന്നു പോയത് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ആദർശ് പറയുന്നത്. ആദർശിന് ഇന്നത്തെ പെരുമാറ്റത്തോടു കൂടി ഭയങ്കര വിഷമമായി തുടങ്ങി മുത്തശ്ശൻ്റെ ആ രീതികൾ. പിന്നീട് അവന്തികയെ കാണിക്കുന്നുണ്ട്. അവന്തികയും നാഗേന്ദ്രനും ഭയങ്കര സന്തോഷത്തിലാണ് മുത്തശ്ശൻ തളർന്ന് ആശുപത്രിയിലായി എന്നറിഞ്ഞപ്പം. നാഗേന്ദ്രൻ പറയുവാണ്, അയാൾ ഇനിയും തളരും, ഇനിയും ഹോസ്പിറ്റലാകും, അയാളുടെ ഒരു മഹാരോഗം അങ്ങ് മാറി എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ, ആ രോഗം ഇനി പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും, നോക്കിക്കോ, അയാൾ തളരാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം ഉടനെ തന്നെ നമുക്ക് കർമ്മം ചെയ്യേണ്ടി വരുമോ എന്ന് ചോദിക്കുവാണ് അവന്തിക. അന്നേരം നാഗേന്ദ്രൻ പറയും, അങ്ങനെയൊന്നും സംഭവിക്കരുത്, മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മനസ്സിലെ ആഗ്രഹം, ഇപ്പം ആ കുടുംബത്തിൽ നിന്ന് ആദർശം അവൻ്റെ ഭാര്യയും ഇറങ്ങി, ഇനി അങ്ങേരും അവിടുന്ന് ഇറങ്ങണം, ആ ഒരവസ്ഥ ഉണ്ടാകണം എന്നിങ്ങനെ പറയുക. ആ വീട് എൻ്റെ പേരിലാകണം, അതും എൻ്റെ ആഗ്രഹമാണ് എന്ന് പറയുമ്പം അവന്തിക്ക് ചോദിക്കുന്നുണ്ട്, അതൊക്കെ നടക്കുമോ അച്ഛാ, ഞാൻ പലതവണ പല രീതിയിൽ ആലോചിച്ചു, അതിലേക്ക് എത്താൻ എന്താ ഒരു മാർഗം, അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിക്കുക. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു മനുഷ്യന് കടക്കണിയിലാകാൻ ഏറ്റവും സ്കോപ്പുള്ള ഒരു ബിസിനസ്സാണ് സ്വർണ്ണ ബിസിനസ്. അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പം മൂർത്തി ജൂവലേഴ്സിൻ്റെ ഓഹരിയൊക്കെ ഇടിഞ്ഞ് ഒരു പരുവായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോഴും വലിയ തട്ടുകേടില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ ഉണ്ടായ ഇടിവ് ഇനിയും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് കടക്കണിയിലായി പോവും. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ആ വീടൊക്കെ വിൽക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ വീട് ഞാൻ മേടിക്കും. അപ്പോഴും ഞാനായിരിക്കില്ല ആ ഡീലിങ്സിന് വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നത്, ഡേവിഡോ അല്ലെങ്കിൽ ഡേവിഡിനെ പോലെ മറ്റാരെങ്കിലും ആയിരിക്കും അവിടെ ചെല്ലുന്നതും ആ വീട് എൻ്റെ പേരിലേക്ക് ആക്കി മേടിക്കുന്നതും. അതിനുശേഷം അവർ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ആ വീട്ടിലോട്ട് കയറി ചെല്ലും. അന്നേ അവരറിയോ ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് ഞാനാണ് എന്നും എന്നോടൊപ്പം എൻ്റെ മകളും ഉണ്ടായിരുന്നു എന്നും. അതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഏതായാലും മൂർത്തി വീഴും, ഇനിയും വീഴും, അങ്ങരുടെ തലയെടുപ്പ് ഇനി കുറയും, നടുവിന് വളവ് വരും. അങ്ങനെ അയാൾ നശിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയം അതെൻ്റെ സ്വപ്നമാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുന്നുണ്ട് കേട്ടോ നാഗേന്ദ്രൻ. അയാളത് പ്രതീക്ഷിച്ച്
സന്തോഷിച്ചിരിക്കുകയാണ് കടക്കെണിയിൽപ്പെട്ട് മുത്തശ്ശനൊക്കെ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഈ സമയം അഭിയും ജലജയോട് ചോദിക്കുന്നുണ്ട്, ഇനി പണ്ടത്തെ അസുഖം വല്ലതും തിരിച്ചു വന്നതാണോ, ഇനി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ കാറ്റ് പോകുമോ എന്നൊക്കെ ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട്, നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാരണം ഈ സമയത്ത് നിൻ്റെ മുത്തശ്ശൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പേരും പറഞ്ഞ് ഇറങ്ങിപ്പോയ ആദർശം നയനയും ഈ വീടിൻ്റെ അകത്തേക്ക് തിരിച്ചു വരും. അങ്ങനെ ഇറങ്ങിപ്പോയ ആരും ഉടനെ ഒന്നും ഈ വീട്ടിലോട്ട് വരാതിരിക്കണമെങ്കിൽ നിൻ്റെ മുത്തശ്ശൻ ആരോഗ്യത്തോടെ ഇരിക്കണം എന്ന് പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, ഏതായാലും ഞാനിവിടെ വെറുതെ ഇരിക്കുമല്ലേ, അതുകൊണ്ട് എൻ ജ്വല്ലറിയിൽ എനിക്കൊരു ജോലി തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്, ആ ജോലിക്ക് ഞാൻ പോകും എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട്, അതിന് നിൻ്റെ അമ്മാവന്മാരും മുത്തശ്ശനും സമ്മതിക്കും എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന്. അന്നേരം പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഒരു ജോലിയും ഇല്ലാതെ ഇവിടെ ഇരിക്കണോ എന്ന് ചോദിക്കുമ്പം ജലജ പറയുവാണ്, അങ്ങനെ നീ ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ തന്നെ ആ തീരുമാനം നവ്യയുടേതാണ് എന്നും നവ്യ പറഞ്ഞിട്ടാണ് നീ അത് ചെയ്യുന്നതെന്നും ഇവിടെയുള്ളവർക്ക് ബോധ്യമാകണം, ആ രീതിയിൽ ചെയ്യാവുള്ളൂ എന്ന്. ഇനിയിപ്പം ആര് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞാലും നവ്യ മോഡലായിട്ട് പോകുന്നത് പോലെ അല്ലല്ലോ ആ സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്നത്. ഇവിടുത്തെ രഹസ്യങ്ങളെല്ലാം അപ്പുറത്ത് പോയി കൊണ്ട് തട്ടിക്കൊടുക്കാം. ഏതായാലും ജോലിക്ക് പോകണം, അത് നവ്യയുടെ തീരുമാനത്തിൻ്റെ പേരിൽ പോകണം എന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ മുത്തശ്ശൻ തിരിച്ചു വരും. അന്നേരം ജലജ പറയുന്നുണ്ട്, നിൻ്റെ മുത്തശ്ശൻ ഒരു കുഴപ്പമില്ല, അതേ തിരിച്ചു വന്നു, ഏതായാലും താഴെ പോയി കുറച്ച് സ്നേഹപ്രകടനം നമുക്ക് നടത്താം എന്ന് പറഞ്ഞ് അവർ താഴേക്ക് ഇറങ്ങി വരുന്നു. ഏതായാലും മുത്തശ്ശൻ കയറി വരുന്നു. മുത്തശ്ശനെ പിടിക്കാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ, എനിക്കതിനുള്ള ക്ഷീണമൊന്നുമില്ല, ഞാൻ തന്നെ കയറി പൊക്കോളാം എന്നൊക്കെ പറഞ്ഞാണ് മുത്തശ്ശനകത്തേക്ക് കയറി വരുന്നത്. കയറി വന്നു കഴിയുമ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പം കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അപ്പോഴത്തേക്കും ജലജ ഓടി ഇറങ്ങി വന്നിട്ട്, അയ്യോ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശൻ, ഞാൻ ഇങ്ങോട്ട് വന്നത് ആംബുലൻസിനല്ലല്ലോ, പോയ കാറിൽ തന്നെയല്ലേ, അപ്പം തന്നെ നിനക്ക് മനസ്സിലായില്ലേ വലിയ കുഴപ്പമില്ലെന്ന്, ഇനിയിപ്പോൾ സന്തോഷിക്കാനുള്ള ഭാഗ്യമൊന്നും ഇല്ല കേട്ടോ എന്നിങ്ങനെ പറയുമ്പോൾ, അതെന്താ അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കും ജലജ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, നിൻ്റെ മനസ്സെന്താണ് എന്ന് നന്നായിട്ട് അറിയാം അച്ഛന്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ട് നീ കൂടുതൽ സംസാരിക്കണ്ട എന്ന് ദേവയാനി പറയുന്നു. അന്നേരം അതിൻ്റെ കൂടെ മുത്തശ്ശൻ പറയുവാണ്, ഹോസ്പിറ്റലിലും എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി അവൻ വന്നായിരുന്നു, നിൻ്റെ മോൻ, അവൻ്റെ മുഖം കാണുന്നത് എനിക്കിപ്പോൾ അത്ര ഇഷ്ടമല്ല എന്ന് പറയുന്നേക്കും ഭയങ്കര സങ്കടമാകുന്നുണ്ട് ദേവയാനിക്ക്. പക്ഷേ ഇത് കേൾക്കുന്ന ജലജയ്ക്കും അഭിക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് മുത്തശ്ശൻ അതിൻ്റെ കൂടെ പറയുവാണ്, ഇവിടുന്ന് ഏതാണ്ടൊക്കെ മലമറിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവനാണ്, ഒന്നും മറിച്ച് കണ്ടിട്ടില്ല, അവനെ ഇനി ഒന്നിനും കൊള്ളിയല്ലടാ, ഏതായാലും നീ കമ്പനിയുടെ MD ആയി സ്ഥാനമേറ്റത് നന്നായി, ഇനി നീ ആ കമ്പനിയെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക, അതേ നടക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ആകെ വിഷമമാകുന്നുണ്ട് എല്ലാവർക്കും. അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അവർ രണ്ടുപേരും നിങ്ങളെ കാണാൻ വന്നിട്ട് നിങ്ങൾ അവരോട് ഒരു 2 നല്ല വാക്ക് പോലും പറഞ്ഞില്ലേ, അത് മോശമായി പോയി എന്ന് മുത്തശ്ശി പറയും കേട്ടോ. അന്നേരം ഇച്ചിരി ദേഷ്യത്തോടെ നിൽക്കുന്ന മുത്തശ്ശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.